സ്കൂൾ കോളേജ് എല്ലാവിധ യൂണിഫോമുകളും ഗുണനിലവാരത്തോടെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ലക്ഷ്മി സിൽക്സ്, താളം തിയേറ്ററിന് സമീപം ഓട്ടുപാറ. ക്ഷീരകർഷകരെയും അവരുടെ പശുക്കളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന കാട്ടാനശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു. കുതിരാൻ തുരങ്കം തുറന്നതു മുതൽ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് കൂടി പീച്ചി റിസർവിൽ നിന്ന് ആനകൾ എളനാട് മച്ചാട് വാഴാനി മേഖലയിലേക്ക് ഇറങ്ങുകയും ഇത് എളനാട് മുതൽ വാഴാനി വരെയുള്ള മലയോര മേഖലയിലെ ക്ഷീരകർഷകരെയും അവരുടെ പശുക്കളുടെയും ജീവന് ഭീഷണിയാവുകയുമാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെയും പശുക്കളുടെയും ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആനകളെ എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പീച്ചി റിസർവിലേക്ക് തുരത്തി കുതിരാൻ തുരങ്കത്തിന് മുകളിൽ പഴയ റെയിൽപാളങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആനയെ പ്രതിരോധിക്കുന്ന നൂതന സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചുകൊണ്ടോ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചത്. കാട്ടാന ശല്യത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത ഭരണകൂടം പശുവിന്റെ പേരിലെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഷാജഹാൻ എളനാട് പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ കുതിരാൻ തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതു മുതൽ പീച്ചി റിസർവിൽ നിന്ന് ആനകൾ എളനാട് മച്ചാട് വാഴാനി മേഖലയിലേക്ക് വരികയും പ്രദേശത്തെ മലയോര ജനവാസ മേഖലയിൽ നിത്യേന ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ വലിയ അളവിൽ ക്ഷീരകർഷകരാണുള്ളത്. അവിടെ പശുക്കളെ ആനകൾ ആക്രമിച്ച സംഭവം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പശുക്കളുടെ ജീവൻ അപകടത്തിലാണ്. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തെഴുതിയിട്ടുണ്ട്. ഈ ആനകളെ എത്രയും പെട്ടെന്ന് തന്നെ ഉൾവനത്തിലേക്ക് പീച്ചി റിസർവിലേക്ക് തന്നെ തുരത്തി കുതിരാൻ തുരങ്കത്തിന് മുകളിൽ വലിയ പ്രതിരോധ സംവിധാനം പഴയ റെയിൽപാളം ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ശക്തമായ സോളാർ ഫെൻസിംഗ് ഉപയോഗിച്ച് തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. You are watching VCV News.